ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു നോട്ട്ബുക്കാണ് ഉണ്ടാക്കുന്നത്. നല്ല വലുതല്ല, എന്നാൽ നല്ല ചെറുതല്ലാത്തൊരു നോട്ട്ബുക്കാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നോട്ട്ബുക്ക് ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ ഇതാ ഈ ഒരു നോട്ട്ബുക്കാണ്. അപ്പോൾ ഈ നോട്ട്ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ ഇതാ ഇതിൽ കുറേ പേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ടൊരു നോട്ട്ബുക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതെൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ഒരു നോട്ട്ബുക്കാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറേ പേജസ് ഒന്നുമില്ല, അത്യാവശ്യം പേജസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എത്ര വലുപ്പമാണോ പേജിന് വേണ്ടത് അതൊക്കെ ഒന്ന് വരച്ച് വയ്ക്കുക. നിങ്ങളിപ്പോൾ എത്ര വലുപ്പത്തിലാണോ നിങ്ങൾ ബുക്ക് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വരയൊക്കെ വരച്ചിട്ട് റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നല്ല വലുതല്ല ഉണ്ടാക്കണം, എന്നാൽ നല്ല ചെറുതുമല്ല. അപ്പോൾ ഒരു മീഡിയം സൈസൊക്കെ ആയിട്ടുള്ളൊരു നോട്ട്ബുക്കാണ് ഞാൻ അവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പേജസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് മുന്നേ തന്നെ ടേബിളിൽ സ്ക്രാച്ചൊന്നും വീഴാതെക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വെച്ചിട്ട് ഇതാ ഞാൻ കട്ട് ചെയ്യൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാനിത് ഈ ഒരു കുഞ്ഞേ പേപ്പർ കട്ടർ വെച്ചിട്ടായിരുന്നു കേട്ടോ കട്ട് ചെയ്തിരുന്നത്. ഇതിന് നല്ല മൂർച്ചയാണ്, അതുകൊണ്ട് പെട്ടെന്ന് കാര്യം നടക്കും. വലിയ കാര്യത്തിൽ സ്ക്രാച്ച് വീഴാതൊക്കെ ഞാൻ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. ടേബിളിൽ നല്ല രീതിക്ക് സ്ക്രാച്ച് ആയിരുന്നു. അങ്ങനെ ബുക്ക് മാറ്റി നോക്കിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇപ്പോൾ എന്ത് കാര്യം ഉണ്ടായത്? ഇനി എന്തായാലും ബാക്കിയുള്ളത് ചെയ്യാം. അപ്പോൾ ബാക്കി എന്ന് പറയുമ്പോൾ ഞാൻ വലിയൊരു വര വരച്ചിട്ടുണ്ടായിരുന്നു. ആ വരയാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ഇതാണെങ്കിൽ കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പേജസൊക്കെ ആകെ കൂടി കീറി കോളായി. പിന്നെ മുന്നിലുള്ള ആദ്യത്തെ 2-3 പേജസൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. അത്രയും കോളായിരുന്നു അത്. പിന്നെ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത പേജസ് ഇങ്ങനെ മാറ്റിയിട്ടായിരുന്നു കട്ട് ചെയ്തിരുന്നത്. ലാസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത പേജസ് എന്തിനാണ് ഞാൻ കട്ട് ചെയ്ത് നിൽക്കാൻ അറിയില്ല, കാരണം അവിടെയൊക്കെ എഴുതിയ പേജസ് ആയിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഫുൾ പേജസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കുറേ പേജസ് നല്ല രീതിക്ക് കുളമായി പോയിട്ടുമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ക്ലിപ്പ് എടുക്കുക. അത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു ക്ലിപ്പാണ്. അപ്പോൾ അത് ഇതിൻ്റെ 2 സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലിപ്പ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ട് ആ ഒട്ടിക്കാൻ പോണ ഭാഗമല്ലേ അവിടെ ഇതുപോലെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കണം. ഇതെന്തിനാ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ ആക്ച്വലി വേറൊരു വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ അതിലിങ്ങനെ ചെയ്യണ കണ്ടു. അപ്പോൾ ഞാനും അതേപോലെ ചെയ്തു. എന്നിട്ട് നമ്മൾ ആ സ്ക്രാച്ച് ചെയ്ത ഭാഗമില്ലേ അവിടെ ഗ്ലൂ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഗ്ലൂ ഫുള്ളും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ട് ഉണങ്ങണം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുള്ള് ഉണങ്ങി കഴിഞ്ഞിട്ട് ക്ലിപ്പൊക്കെ ഊരി മാറ്റി നോക്കി. അപ്പം നല്ല രീതിക്ക് അത് ഒട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു ചട്ടയാണ്. ഇതിൻ്റെ മുകളിൽ ചട്ടയൊക്കെ വേണമല്ലോ. അപ്പോൾ എൻ്റെ പഴയൊരു ബുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചട്ട എടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. കട്ട് ചെയ്തെടുത്തത് മടക്കി വെച്ച് നോക്കിയപ്പോൾ ആ ബുക്ക് ഇങ്ങനെ പുറത്തേക്ക് ഉന്തി നിൽക്കുമായിരുന്നു. കറക്റ്റ് സൈസല്ല, ഈ ചട്ട ഇത്തിരി ചെറുതാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു കേട്ടോ. ബാക്കിലപ്പോൾ കുറച്ചേ ഉള്ളൂ ചട്ട. അങ്ങനെ ഞാൻ ആ ചട്ട കറക്റ്റ് സൈസിൽ കട്ട് ചെയ്തൊക്കെ എടുത്ത് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഞാനതൊരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഫുള്ളും കവർ ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തൊരു മടക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ മറ്റേ വൈറ്റ് പേപ്പർ കുറച്ച് മുന്നിലേക്ക് ഉന്തിയിട്ടാണ് നിൽക്കണേന്ന്. അപ്പോൾ ചട്ടയ്ക്ക് പകരം ആ വൈറ്റ് പേപ്പർ ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് നീക്കിയിട്ട് മടക്കി വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ വീണ്ടും അതിൻ്റെ മുകളിൽ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് കേട്ടോ വീണ്ടും ഞാൻ ഒട്ടിച്ചു കൊടുക്കണത്.
അങ്ങനെ അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു തോട്ടം എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഈ ഒരു ഫ്ലൈ ഹൈ എന്ന് പറഞ്ഞൊരു തോട്ടാണ് ഞാൻ എഴുതണത്. പിന്നെ ഞാനതിൻ്റെ സൈഡിൽ പെയിൻ്റ് അടിക്കുകയാണ് ചെയ്യണത്. മൊത്തത്തിൽ പെയിൻ്റ് അടിക്കണില്ല, സൈഡിൽ മാത്രമാണ് പെയിൻ്റ് അടിക്കുന്നത്. അങ്ങനെ ഞാൻ മൊത്തം പെയിൻ്റ് അടിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ബുക്കാണ്. അപ്പോൾ ഇതേ ഡിസൈനാണ് ഞാൻ ഇതിലും ചെയ്തത്. എനിക്ക് ഈ ഒരു ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ബുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച ബുക്കാണ്. ജസ്റ്റ് ചട്ട മാത്രമാണ് ഞാനൊന്ന് ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ബുക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആരും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.